ആ ക്രിസ്റ്റലിന്റെ കാര്യം ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. എവിടെ കൊണ്ട് വെച്ചത് ഞാന്? അങ്ങനെ ഇനി എടുത്ത് മാറ്റിയതോ സഹോറ്? തുന്തും സഹോ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ മന്ത്രവാദിനി അമ്മൂമ്മേ? എടാ സഹോറേ, നീ ഏതോ ക്രിസ്റ്റൽ എടുത്ത് മാറ്റിയത്? ഞാൻ ഇവിടെ വെച്ചേക്ക് വരുന്നല്ലോ. ആ പെട്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്ന ക്രിസ്റ്റൽ ഇപ്പൊ കാണാത്തത്. അയ്യോ ക്രിസ്റ്റലോ, ഞാൻ എടുത്തില്ല മന്ത്രവാദിനി അമ്മൂമ്മേ. ഞാനെങ്കിൽ ഈ മുറിക്കത്തോട്ടേ കയറിയില്ല. എത്ര ദിവസം കയറി ഈ മുറി കയറിയിട്ട്. മന്ത്രവാദിനി അമ്മൂമ്മ വിഷമിക്കണ്ട, ഞാൻ തന്നെ ഇത് കണ്ടെത്തി തരാം. അതിരിക്കട്ടെ മന്ത്രവാദിനി അമ്മൂമ്മേ, എന്തിനാ ഈ ക്രിസ്റ്റല്? എടാ 5 ക്രിസ്റ്റൽ എനിക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മളാ പിടിച്ചോണ്ടൊന്ന് കൊച്ചില്ലേ, ആ കൊച്ചിൻ്റെ എനിക്ക് ഓരോരോ ക്രിസ്റ്റലാക്കി കൊടുത്തു വിടണം. ആ കൊച്ചെങ്കിൽ സ്പൈഡറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് 5 വീടുകളിൽ പോകുമെന്ന് പറഞ്ഞില്ലേ? ആ 5 വീടുകളിൽ ഞാൻ പറഞ്ഞു ഓരോ ക്രിസ്റ്റൽ വെക്കാൻ. ഈ ക്രിസ്റ്റലിനകത്ത് എന്തെന്ന് പറയുക സംഭവം? ഇതൊരു ഒളിക്യാമറ പോലത്തെ സാധനമാണ്. ഈ ക്രിസ്റ്റലിനകത്ത് ക്യാമറയുണ്ട്. ഞാൻ ഓരോരോ വീടുകളിൽ അത് വെക്കാൻ ആ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ക്യാമറ പോലെ അത് അവിടെ നിന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പൈസയും സ്വർണ്ണമൊക്കെ എവിടെ വെച്ചേക്കുന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ ആ വീട്ടിലെ രഹസ്യങ്ങളൊക്കെ മൊത്തം ചോർത്തി എടുത്തിട്ടേ നമുക്ക് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ കൊച്ചിനോട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ആ കൊച്ചിനോട് പറഞ്ഞത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റൽ വീട്ടിൽ വയ്ക്കാൻ പറഞ്ഞത്. ഓ, ആ മന്ത്രവാദി അമ്മൂമ്മ ഭയങ്കര ബുദ്ധിമതി തന്നെ. ശരി ശരി, ഞാൻ എന്തായാലും പെട്ടെന്ന് എവിടുന്നേലും തപ്പി കണ്ടുപിടിച്ചോണ്ട് വരാം ക്രിസ്റ്റല്. എന്തായാലും ഈ വീട്ടിൽ തന്നെ കാണൂല്ലോ ക്രിസ്റ്റല്. ഓക്കെ. ആ നീ വേഗം ചെല്ലുന്ന. ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. എല്ലാം അവന്റെ പരിപാടി തന്നെ ആയിരിക്കും സഹൂറ്. എന്താ എന്താ കുട്ടി നീ പറയുന്നേ? നിന്നെ ഇപ്പൊ തന്നെ വിടാം. കുപ്പിയൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ക്രിസ്റ്റൽ മാത്രം കിട്ടിയില്ല. ഞാൻ അതുകൂടെ ആ കുപ്പിക്കകത്തിട്ട് നിനക്ക് തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതല്ല നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നീ 5 വീടുകളിൽ പോകുക. ആ 5 വീട്ടിൽ നിന്ന് 5 സ്പൈഡറിനെ വെച്ച് ആ കുപ്പിക്കകത്താക്കുക. പിന്നെ ആ വീടുകളിൽ 5 വീടുകളിലും ഓരോ ക്രിസ്റ്റൽ എവിടെയെങ്കിലും സ്ഥാപിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഓർക്കണ്ട കേട്ടോ. ശരി ശരി, ഞാൻ പെട്ടെന്ന് പോയി ക്രിസ്റ്റൽ എടുത്തിട്ട് വരട്ടെ. മന്ത്രവാദിനി അമ്മൂമ്മ എങ്ങോട്ട് പോയി? മന്ത്രവാദിനി അമ്മൂമ്മേ, എന്താടാ കിട്ടിയോ ക്രിസ്റ്റല്? മന്ത്രവാദിനി അമ്മൂമ്മേ, അത് നമുക്കൊരു അബദ്ധം പറ്റി. നമ്മുടെ ആ ശത്രു ഇല്ലയോ, മറ്റേ ആ അപ്പൂപ്പ മന്ത്രവാദിനി, ആ പുള്ളിക്കാരൻ ഇവിടുന്ന് അടിച്ചു മാറ്റി. ഞാനാണെങ്കിൽ ഇപ്പോഴും ആ എൻ്റെ കണ്ണാടി ഉണ്ടല്ലോ, എൻ്റെ ഒരു മാജിക്കൽ കണ്ണാടി, ഞാൻ അതിൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ വിഷ്വലും തെളിഞ്ഞു വന്നു കേട്ടോ. ഇന്നലെയോ മെനഞ്ഞോ ആ പുള്ളി ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ആ കണ്ണാടി കൂടെ കാണാൻ പറ്റി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ അപ്പൂപ്പൻ, നമ്മുടെ ശത്രു ഇല്ലേ, ആ അപ്പൂപ്പൻ, അയാളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ അയാളാണെങ്കിൽ ഈ 5 ക്രിസ്റ്റലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അത് അയാളുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് സുരക്ഷിതമായിട്ട്. നമുക്കിനി അയാളുടെ വീട്ടിൽ പോയി എടുക്കണം. മന്ത്രവാദിനി അമ്മൂമ്മേ, നമുക്ക് രണ്ടുകൂടെ പോകാം. ആ കള്ളമന്ത്രവാദി എടുത്തിട്ട് പോയോ എന്റെ ക്രിസ്റ്റൽസ്? ആ അപ്പൂപ്പൻ കള്ളമന്ത്രവാദി. അപ്പൊ അമ്മൂമ്മയോ? എടാ സഹോറേ, ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട. നീ പെട്ടെന്ന് അയാളുടെ വീട്ടിൽ പോയാൽ നമ്മുടെ ആ ക്രിസ്റ്റലിങ് എടുത്തിട്ട് പോവാ. ഞാൻ വരുന്നില്ല, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ആ കൊച്ചി ഇവിടുന്ന് രക്ഷപ്പെട്ട് കളയും. ശരി മന്ത്രവാദിനി അമ്മൂമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പോയി ശ്രമിച്ചു നോക്കട്ടെ കിട്ടുമെന്ന്. അയാളുണ്ടെങ്കിൽ അയാൾ എന്നെ ശപിക്കുമോ എന്തോ. അതൊക്കെ നിന്റെ കഴിവുപോലിരിക്കും. നീ ഓടിപ്പോകും. എന്തൊരു തണുപ്പാ രാത്രിയില്. 1 ഡിസംബർ മാസമാ. എന്നാലും നല്ല രസമാണ് രാത്രി കുളിക്കാന്. രാത്രിയിലത്തെ സ്നാനം എന്തോ രസമാ. ഒരു മന്ത്രവാദിയായ എനിക്ക് ഇതൊക്കെ അല്ലാതെ എന്താ പിന്നെ പറ്റുന്നത്? അയ്യോ, ആ മന്ത്രവാദി ഇല്ലേ, അയാൾ ഇവിടെ കുളിക്കുവന്നല്ലോ. എന്ത് രസമാണോ. കുറച്ചുകൂടെ ഇറങ്ങിക്കാം വെള്ളത്തോട്ട്. രാത്രിയിലത്തെ സ്നാനം ഒരു പ്രത്യേക സുഖം തന്നെ. അതും ഈ തണുത്ത വെള്ളത്തില് ഈ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുടിക്കാൻ എന്ത് രസമാ. ഇയാൾ ഇവിടെ കുളിക്കുവന്നല്ലോ. ഈ സമയം കൊണ്ട് എനിക്ക് അവിടെ പോയി ക്രിസ്റ്റലെ മോഷ്ടിക്കാം. മോഷ്ടിക്കാനല്ലേ, ഞങ്ങളുടെ ക്രിസ്റ്റലല്ലേ ഇയാൾ മോഷ്ടിച്ചോണ്ട് വന്നേ. ഞങ്ങളുടെ ക്രിസ്റ്റൽ ഇങ്ങനെ ആ വീട്ടിൽ പോയി എടുക്കട്ടെ ഞാൻ പെട്ടെന്ന്. ഒരു അരമണിക്കൂറെങ്കിലും ഈ വെള്ളത്തിൽ കിടക്കണം, എന്നാലേ അതിന് സുഖം കിട്ടത്തുള്ളൂ. എന്ത് രസം. മൂടി നക്ഷത്രം നിറഞ്ഞിരിക്കുന്നുണ്ടോ. മന്ത്രവാദികൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയായാലും ഞാൻ ആ അമ്മൂമ്മ മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്ന് കുറെ ക്രിസ്റ്റൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതല്ലേ ആ മന്ത്രവാദിയുടെ മുറി. ഇവിടെ എവിടെയെങ്കിലും ഒരു കൈയാണ് ആ ക്രിസ്റ്റൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇനി അതൊക്കെ തപ്പി കണ്ടുപിടിക്കണം. ഇവിടെ നല്ല വെട്ട കാണുന്നുണ്ടല്ലോ. ഓ, ഈ കബോർഡിനകത്തുണ്ട് ക്രിസ്റ്റല്. എന്റെ അടുത്ത കളി. ഈ സഹോറിന്റെ അടുത്തല്ലേ അയാളുടെ കളി. അയാൾ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ് ഈ ക്രിസ്റ്റൽ എനിക്ക് എടുത്ത് മാറ്റണം. ഞാൻ അപ്പോഴേ പറഞ്ഞേ ശാരദേ, മോളായി നോക്കിക്കണമെന്ന്. അമ്മ ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ വീട്ടിലോട്ട് വരുമല്ലോ. ഈ ചേട്ടൻ എനിക്ക് മൈൻഡ് പോലും ചെയ്യത്തില്ല കൊച്ചെങ്ങോട്ടാ പോകുന്നതെന്ന്.
എടി എപ്പോഴെങ്കിലും കുട്ടുമല്ലൊക്കെ ഇങ്ങനെയോടെ കളിക്കാൻ വേണ്ടി അമ്മണി വരുത്തില്ലയോ? ഞാൻ അങ്ങനെയല്ലേ വിചാരിച്ചത്. അതുകൊണ്ടല്ലേ ഞാനെങ്കിൽ അവളെ കാണാനായിട്ട് പോലും നോക്കാതെ കുറെ നേരം ഇരുന്നത്. കുറെ കഴിഞ്ഞ് ഞാനെങ്കിൽ അമ്മണിയെ തിരക്കി ഇവിടെ വന്നത്. ഞാൻ മീൻസ് ഇവിടെ കാണുന്നത് എന്നെ വിചാരിച്ചുള്ളൂ. അവളങ്ങനെ വേറെ ഒന്നും പോകാറില്ലല്ലോ നമ്മളോട് പറയാതെ. ആര് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ബ്യൂട്ടി പാർലറിൽ വന്നപ്പോഴത്തേക്ക് അമ്മണി എങ്ങനെ കടയിൽ വാങ്ങിയ പഞ്ചസാര ഏതാണ്ട് വാങ്ങിച്ചോണ്ട് വരുന്നത് ഒറ്റയ്ക്ക് രാത്രിയില് 7 ഇങ്ങോട്ടായപ്പോഴും എന്നിട്ട് ചേട്ടൻ എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിലുണ്ടായിരുന്നു. ചേട്ടൻ എന്നിട്ട് മൈൻഡ് ചെയ്തില്ല. എടി അന്ന് ഞാൻ വിചാരിച്ചത് എന്തുവാ ഇങ്ങനെ വീട്ടിൽ പോയെന്ന് വിചാരിച്ചത്. ശാന്ത ഇങ്ങനെ വിഷമിക്കാതെ എന്തായാലും മോളെ കണ്ടെത്താം. ശാന്തച്ച് എന്തായാലും ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞേക്കില്ലേ. ചേട്ടൻ ഇപ്പൊ വരും. എന്തായാലും പോലീസ് അന്വേഷണം ഊർജ്ജത ബാക്കിയെന്നാ വിളിച്ചു പറഞ്ഞത് മധു. ഞാൻ എന്റെ കൂട്ടുകാരികളെയൊക്കെ വീട്ടിൽ വിളിച്ചു വെച്ചു. അവളെങ്കിൽ അവിടെ ഒന്നും ചെന്നിട്ടില്ല. അതാ എനിക്ക് പേടി. അവൾ അവിടെ ഒന്നും ചെന്നിട്ടില്ല. എങ്ങും ചെന്നിട്ടില്ല. പിന്നെ എവിടെ പോയി? എന്റെ മോനെ അങ്ങനൊക്കെ പോയ അവളെ പെട്ടെന്ന് വരണ്ട തന്നെ. ഇപ്പൊ എത്ര സമയമായി? 2-3 മണിക്കൂറായില്ലേ അവളെ കാണുന്നതായിട്ട്. ആ ചേട്ടൻ വന്ന്. എടാ മധു എന്തായാലും വിവരം കിട്ടിയടാ. എടാ ചെറിയൊരു തുമ്പോളൊക്കെ കിട്ടിയിട്ടുണ്ട്. നീ പേടിക്കാതെ. നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ വിഷമിച്ചിട്ട് കാര്യം എന്തുവാ? ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കില്ലേ. അമ്മണിയെങ്കിൽ നമ്മുടെ മേൽപ്പാടമല്ലേ ആ പാടം ആ വയല് ആ വയൽ വരമ്പിൽ കൂടെ 7 മണിയൊക്കെ ആയപ്പോൾ അതിന് പോകുന്ന കണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അയ്യോ വയലേക്കൂടോ? എന്തിനാ അങ്ങോട്ട് പോയത്? മീൻ പിടിക്കാൻ വല്ല പോയത്തോളൂ അവള്. ഇപ്പൊ മീൻ എന്നുള്ള സമയമല്ല. അതൊക്കെ അവൾക്കറിയാം. ചൂട്ടിയാണെങ്കിലും മീനൊന്നും പിടിക്കാനൊന്നും പോയല്ലായിരിക്കും. ചിലപ്പോൾ കടയിലെങ്ങനെ പോയതല്ലോ ആയിരിക്കും. നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടാതിരിക്കേ. ഞാനിങ്ങനെ രാവിലെ അങ്ങ് ബ്യൂട്ടി പാർലറിൽ പോകും. അതുകൊണ്ട് എന്റെ സമയമില്ല എനിക്ക് അവളെ നോക്കാന്. അങ്ങനെ കാണാതായ 5 ക്രിസ്റ്റലും എനിക്ക് കിട്ടി. കാണാതായതല്ലോ അയാൾ അടിച്ചു മാറ്റിയതല്ലേ ആ മന്ത്രവാദി. എന്തായാലും ആ മന്ത്രവാദി അമ്മൂമ്മയ്ക്ക് കൊണ്ട് തന്നെ കൊടുക്കട്ടെ ഈ ക്രിസ്റ്റല്. അയാൾ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്ഥലം വിടണം. അവൻ ക്രിസ്റ്റല് കൊണ്ടുവരുമോ ആ സഹൂർ? ഓ എന്റെ കൊച്ചു കിടന്ന് വെള്ളം വെക്കുന്നു ഒരു വഴിക്ക്. അവനെ കാണുന്നില്ലല്ലോ സഹൂറിനെ. എന്താ വരുന്നു മന്ത്രവാദിനി അമ്മൂമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. മന്ത്രവാദിനി അമ്മൂമ്മ എവിടെ പോയി? ഇട പൊട്ട സഹൂർ നിന്നോട് ഞാൻ പറഞ്ഞില്ല കൊച്ചു കേട്ട് ബഹളം വെക്കരുന്ന്. അയ്യോ ഞാൻ ഓർത്തില്ല. അതെ അമ്മൂമ്മ ദേ നോക്കിക്കേ. മന്ത്രവാദിനി അമ്മൂമ്മയ്ക്ക് സന്തോഷമാകും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് ക്രിസ്റ്റലാ. മിടുക്കൻ. നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്ത്? ഭാഗ്യം പറയല്ലോ മന്ത്രവാദിനി അമ്മൂമ്മ. ഞാനെങ്കിൽ ആ മന്ത്രവാദിനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അയാൾ അവിടെ ഇല്ല. ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാൻ അയാളെ കണ്ട്. അയാളെങ്കിലേ കുളിക്കുമായിരുന്നു. ഒരു വലിയൊരു വെള്ളച്ചാട്ടം. അയാൾ രാത്രിയിലും കുളിക്കുന്നുണ്ടല്ലേ? ശക്തി കൂടാൻ വേണ്ടിട്ടാ. എന്തായാലും ഞാനെങ്കിൽ ആ സമയം നോക്കി അയാളോടെ കുളിക്കുമല്ലേ. ആ സമയം നോക്കി അയാളുടെ വീട്ടിൽ കയറി ക്രിസ്റ്റലിങ് എടുത്തോണ്ട് പോന്നു. നല്ല കാര്യം നീ ചെയ്തത്. പെട്ടെന്ന് അതെല്ലാം സാധിച്ചില്ല. അതുകൊണ്ട് അതിതാ ഞാൻ കുപ്പിക്കകത്തിട്ട് ആ കൊച്ചിനെ കൊണ്ട് കൊടുക്കട്ടെ. സഹൂർ ഞാൻ ആരാ മോൻ? നീ എപ്പോഴത്തെ എഴുന്നേറ്റോ? എന്റെ കൈ ഇരിക്കുന്ന കണ്ടില്ലേ ക്രിസ്റ്റലും കുപ്പിയും. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു പേപ്പറിനകത്ത് ഞാൻ ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നീ അതുകൊണ്ട് ഇടയ്ക്ക് വായിച്ച് നോക്കി ഒന്ന് കൺഫേം ചെയ്യട്ടോ. അങ്ങനെ ഞാൻ ആ ദൗത്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുക ഇവള് കാരണം. ഇവളെ ഞാൻ കരുവാക്കിക്കൊണ്ട് ഈ നാട് മൊത്തം സ്വന്തമാക്കും. വലിയ പണക്കാരിയാകും. ആ കൊച്ചു പോവാന്ന് ഇവിടുന്ന്. ആ കൊച്ചിനെ വെറുതെ വിടരുത്. എന്റെ കാല ചവിട്ടി തന്നെ ഇന്നലെ. ആ കൊച്ചിനെ ശരിപ്പെടുത്താൻ ഞാൻ പുറകെ തന്നെ പിന്തുടരാ. കുളി കഴിഞ്ഞപ്പോ എന്താ ആശ്വാസം? ഞാൻ അറിയാതെ ബാക്കി കൂടെ പോവാ. എനിക്ക് പേടിയാണ് അയാളെ കണ്ടിട്ട്.